ഇതുപോലെ ഗതികെട്ട ഒരു മനുഷ്യൻ ഈ ഭൂമി മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല. തൻ്റെ അമിതമായ ആത്മവിശ്വാസം രാഹുൽ ഈശ്വറിനെ കൊണ്ട് ചാടിച്ചത് പാതാളക്കുഴിയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വറിന് ഇന്നലെയും ജാമ്യം ലഭിച്ചില്ല. ഓർക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇതുവരെ ജയിലിൽ പോവേണ്ടി വന്നില്ല എന്നതാണ്. ഒരു വർഷം പോലും തടവ് കിട്ടാത്ത ഒരു കുറ്റകൃത്യത്തിന് രാഹുൽ ഈശ്വർ ഇത്രയും കാലം ജയിലിൽ കഴിയേണ്ടി വരുന്നത് കയ്യിലിരിപ്പ് കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും വിവരക്കേട് കൊണ്ടും അച്ചടക്കമില്ലായ്മ കൊണ്ട് മാത്രമാണ്. രാഹുലിന് കോടതിയിൽ കാണിക്കേണ്ട അത്യാവശ്യം അച്ചടക്കത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. രാഹുൽ കോടതിയിൽ കിടന്ന് ബഹളം വെച്ചു. രാഹുൽ ചാനൽ ചർച്ചയിൽ പറയുന്നത് പോലെ 30 സെക്കൻഡ് തരാമോ എന്നൊക്കെ കോടതിയോട് ചോദിച്ചു. ഓർക്കണം, വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ രാഹുലിന് വേണ്ടി കോടതിയിൽ ഉള്ളപ്പോൾ രാഹുൽ നിയമം പറയുന്നു, ഭരണഘടന പറയുന്നു. ഇത് കോടതിയുടെ അച്ചടക്കത്തിന്റെ ഭാഗമല്ല. കോടതിയിൽ ഒരിക്കലും പ്രതി അഭിഭാഷകനുള്ളപ്പോൾ മിണ്ടാൻ പാടില്ല. മിണ്ടണമെങ്കിൽ കോടതി എന്തെങ്കിലും ചോദിക്കണം. രാഹുൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വേഷം കെട്ടുന്നു, ആംഗ്യം കാണിക്കുന്നു, താൻ ഇനിയും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെല്ലുവിളിക്കുന്നു. അങ്ങനെ കോടതി ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള അച്ചടക്കരഹിതമായ പ്രവൃത്തികൾ ധാരാളം കാണിക്കുന്നു. ഓർക്കണം, ജയിലിൽ കിടക്കുമ്പോഴും രാഹുലിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും പോസ്റ്റ് വരികയാണ്. എന്തൊരു വിവരക്കേടും അച്ചടക്കമില്ലായ്മയാണ്. മറ്റാരോ അപ്ലോഡ് ചെയ്യുന്നതാണ്, പക്ഷേ രാഹുലിന്റെ പേരിൽ വരുന്നു. രാഹുലിനാണ് ഉത്തരവാദിത്വം. മാത്രമല്ല, രാഹുൽ തന്റെ പോരാട്ടം തുടരും, ജയിലിൽ തുടരുകയാണ്. താൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യും എന്നൊക്കെയുള്ള വെല്ലുവിളികൾ, താൻ സത്യം പറഞ്ഞതുകൊണ്ട് ജയിലിലാവുന്നു തുടങ്ങിയ വാദങ്ങൾ ഉയർത്തുമ്പോൾ അത് കോടതിയുടെ അച്ചടക്കത്തിനൊട്ടും ചേരില്ല. രാഹുൽ ജയിലിൽ ചെന്ന് നിരാഹാരം പ്രഖ്യാപിക്കുമ്പോൾ കരുതുന്നത് ഒന്നല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പുറത്തു വരുമെന്നാണ്. പക്ഷേ രാഹുൽ കരുതിയതിനപ്പുറത്തേക്ക് ജയിൽവാസം നീണ്ടുപോയി. ഒരിക്കൽ പോലും രാഹുൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് പിടിപ്പുകേട് കൊണ്ടും മുട കൊണ്ടും അഹങ്കാരം കൊണ്ടും അമിതമായ ആത്മവിശ്വാസം കൊണ്ടുമാണ്.